എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ അടുത്ത പരീക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ ആരംഭിക്കുന്നത്. 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദൻ. എം മുകുന്ദനാണ് 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയ ടീം. 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മുംബൈ സിറ്റി. മുംബൈ സിറ്റിയാണ് 2023-24 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോൾ കിരീടം നേടിയ ടീം. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ. നേപ്പാളാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം പലമത സാർവമേഘം. പലമത സാർവമേഘം എന്ന ഗ്രന്ഥമാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായ്. പ്രതിഭ റായി ആണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദ്. ദുർഗാ പ്രസാദാണ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ വിക്ടോറിയ ഷീ. വിക്ടോറിയ ഷീയാണ് ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ. ആസ്ട്രാസെനെക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ആസ്ട്രാസെനെക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡ്. കോവിഷീൽഡാണ് ആസ്ട്രാസെനെക്ക പിൻവലിച്ച കോവിഡ് വാക്സിൻ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ച ദിവസം. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിനാണ് മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള 2024 പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. മലയാള ചലച്ചിത്ര ഗാനശാലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ. മലയാള ചലച്ചിത്ര ഗാനശാലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ ജെറി അമൽദേവ്. ജെറി അമൽദേവാണ് മലയാള ചലച്ചിത്ര ഗാനശാലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള കമുകറ സംഗീത പുരസ്കാരം 2024 ലഭിച്ച സംഗീത സംവിധായകൻ. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലെ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് നേടിയത് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. ഡെന്നി തോമസ് വട്ടക്കുന്നേലിനാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ്റെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളം. കേരളമാണ് മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി മാറിയത്. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിൻ്റെ പ്രതിരോധ സംവിധാനം. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിൻ്റെ പ്രതിരോധ സംവിധാനം മാരീച്ച്. മാരീച്ചാണ് കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കഴിയുന്ന കെൽട്രോണിൻ്റെ പ്രതിരോധ സംവിധാനം. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള
ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം മെക്സിക്കോ. മെക്സിക്കോയിലാണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ബ്ലൂ ഹോളായ താംജ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. ഹരിഹരനാണ് പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ധരംശാല. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ ക്രിക്കറ്റ് പിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. റഫീഖ് അഹമ്മദാണ് 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെയ്ഹോങ്. ഷു ഫെയ്ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിനാണ് ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചത്. വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി ബാധിച്ചുള്ള കേരളത്തിലെ ആദ്യ മരണം സ്ഥിരീകരിക്കപ്പെട്ടത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. SK പൊറ്റക്കാട്ട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത് KP രാമനുണ്ണി. KP രാമനുണ്ണിയാണ് SK പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരത്തിന് 2024 അർഹനായത്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി ചിരി പദ്ധതിയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച ടെലി കൗൺസിലിംഗ് പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറാണ് വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. കോഴിക്കോട് തന്നെയാണ് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 അർജുന അവാർഡ് നേടിയ മലയാളി M ശ്രീശങ്കർ. ലോങ് ജംപ് താരമായ M ശ്രീശങ്കറാണ് 2023 അർജുന അവാർഡ് നേടിയ മലയാളി. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ E ഭാസ്കരൻ. E ഭാസ്കരനാണ് 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ. 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. 2023
എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ ഏക്ത കപൂർ, വീർദാസ്. ഏക്ത കപൂർ, വീർദാസ് എന്നിവർക്കാണ് 2023 എമ്മി പുരസ്കാരം നേടിയ ഇന്ത്യക്കാർ. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബിക. ഡോക്ടർ വി ആർ ലളിതാംബികയാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ മലയാളിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ് ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയം. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. EP നാരായണ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ തെയ്യം കലാകാരൻ. മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. T50 എന്ന തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതെന്ന്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1 രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി. തൂത്തുക്കുടിയിലാണ് രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. വയനാട് ജില്ലയാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ. ഹാരിയർ പദ്ധതിയാണ് വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത്. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കറാണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണി. ഷീന റാണിയാണ് അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന്
നേതൃത്വം നൽകിയ മലയാളി വനിത. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ ഫൈനലിൽ വിദർഭയാണ് പരാജയപ്പെടുത്തിയത്. മുംബൈയാണ് 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി. ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി ബജാജ് ആണ് ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കിയ കമ്പനി. ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത. ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റാണ് ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം പദ്ധതിയാണ് പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ സഹായ പദ്ധതി. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ബിൽക്വിസ് മിർ ആണ് ഒളിമ്പിക്സ് ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് ഹാർദിക് സിംഗിനാണ് 2023 മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് സലിമ ടെറ്റയ്ക്കാണ് 2023 മികച്ച വനിതാ ഹോക്കി താരത്തിനുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷനാണ് ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ. 30 വർഷങ്ങൾക്ക് ശേഷം 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന സിനിമയാണ് 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ പോൾ മണലിലാണ് നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ രാമചരിതമാനസ്, പഞ്ചതന്ത്രം, സഹൃദയലോക ലോകന. രാമചരിതമാനസ്, പഞ്ചതന്ത്രം, സഹൃദയലോക ലോകന എന്നിവയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യരചനകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ. കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി ചുമതലയേറ്റത്. കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി ചുമതലയേറ്റത് പി വിജയനാണ് കേരള പോലീസ് അക്കാദമിയുടെ ഡയറക്ടറായി ചുമതലയേറ്റത്.
ജപ്പാനെ പിന്നിലാക്കി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത്. ജപ്പാനെ പിന്നിലാക്കി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ. ഇന്ത്യയാണ് ജപ്പാനെ പിന്നിലാക്കി സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തെ മൂന്നാമത്തെ രാജ്യമായി മാറിയത്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റിയാണ് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ 2023 യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരി. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുര. ഗോപിചന്ദ് തോട്ടക്കുരയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരി. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത്. രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത്. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്ക്. കെയ്റോസ് എന്ന നോവലിനാണ് പുരസ്കാരം. ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് മൈക്കൽ ഹോഫ്മാൻ ആണ്. ജെന്നി എർപ്പൻബെക്കാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MV ജനാർദ്ദനൻ. നോവൽ പെരുമലയൻ. MV ജനാർദ്ദനാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. KSEBിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. KSEBിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ബിജു പ്രഭാകർ. ബിജു പ്രഭാകറാണ് KSEBിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി മേജർ രാധിക സെൻ. മേജർ രാധിക സെൻ ആണ് 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. ഏഷ്യൻ സീനിയർ ജിംനാസ്റ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഏഷ്യൻ സീനിയർ ജിംനാസ്റ്റിക്കിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാകർ. ദീപ കർമാകറാണ് ഏഷ്യൻ സീനിയർ ജിംനാസ്റ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് 2024 പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിൻ്റെ കൃതി. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഭാസ്കറിൻ്റെ കൃതി ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ. ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്ന ആത്മകഥയ്ക്കാണ് 2023 മികച്ച ആത്മകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഭാസ്കറിൻ്റെ കൃതി. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ശിവാലിക്. INS ശിവാലിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവികാഭ്യാസമായ റിംപാക്കിലും ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജിമെക്സിലും പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേന കപ്പൽ. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി നയന ജെയിംസ്. നയന ജെയിംസ് ആണ് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി.
രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ചത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി ചുമതലയേറ്റ മലയാളികൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ലോകത്തിലെ ആദ്യ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ 100% ബയോഡിഗ്രേഡബിൾ പേന നിർമ്മിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഭാനുദേവ് ശർമ്മ. ഭാനുദേവ് ശർമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് വിജയകരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ. മേഘ മുകുന്ദനാണ് അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത. മൂന്നാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി. മൂന്നാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്ന തീയതി 2024 ജൂൺ 9. 2024 ജൂൺ 9 മൂന്നാം NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടന്നത്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ് ഷീല. ഷീലയാണ് 2024 സത്യജിത് റേ പുരസ്കാര ജേതാവ്. നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം. നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് നിപ വൈറസിൻ്റെ 3 ജീനുകൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി സംയോജിപ്പിച്ച് രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച സംസ്ഥാനം. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചവർ. 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചവർ പ്രൊഫസർ പാറശാല രവി, കലാവിജയൻ, TM എബ്രഹാം. നാടക സംവിധാനത്തിൽ TM എബ്രഹാം, മോഹിനിയാട്ടത്തിൽ കലാവിജയൻ, മൃദംഗത്തിൽ പ്രൊഫസർ പാറശാല രവിക്കുമാണ് 2023 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത്. പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീര. KR മീരയ്ക്കാണ് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് പടുവർദ്ധൻ. ആനന്ദ് പടുവർദ്ധനാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത് അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതയായത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേറ്റത് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേറ്റത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.